വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT-KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒന്നിനെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ജനനകാല ജാതകപ്രകാരമുള്ള തൊഴിൽ ഗ്രഹം ഏതാണ് എന്നതിനെക്കുറിച്ചാണ്. തൊഴിൽ ഗ്രഹം എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ തരുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെ എന്നതിനെക്കുറിച്ചാണ്. ഈ ഗ്രഹങ്ങളെ നിർണ്ണയിക്കുന്നത് തികച്ചും ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ധനനില ഉയർത്തുന്ന നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഗ്രഹത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏത് തൊഴിലാണെങ്കിലും ശരി, ഏത് ബിസിനസ് ആണെങ്കിലും ശരി, ഏതൊരു ജാതകത്തിലും ലഗ്നാധിപതി ബലവാനായിരുന്നാൽ തത്സമയം നടക്കുന്ന ദശ അപകാരങ്ങൾ ആ ലഗ്നാധിപതിക്ക് മിത്രഗ്രഹങ്ങളായിട്ടുള്ളതാണെങ്കിൽ ആ ജാതകർ ആരോടും ഒരു കാര്യവും വലുതായി അഭിപ്രായമൊന്നും ചോദിക്കുകയില്ല. അവർ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്ന് നല്ല തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിപ്പിക്കും. ഇത് എല്ലാവർക്കും നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കുകയില്ല. അതായത് ലഗ്നാധിപതിയും തത്സമയം നടക്കുന്ന ദശ അപകാരനാഥന്മാരും തമ്മിലുള്ള ബന്ധത്തിന് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ അളവുണ്ടാവുക. ഏത് ഭാവത്തിൻ്റെ ജോലിയെ തിരഞ്ഞെടുത്താൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നത് ഒരു ജ്യോതിഷ സൂക്ഷ്മമാണ്. അതായത് ഏത് ലഗ്നമായാലും ശരി, ആ ലഗ്നത്തിൻ്റെ 2ാം ഭാവം, 6ാം ഭാവം, 10ാം ഭാവം, ഈ 3 ഭാവങ്ങളിൽ ഏതു ഭാവത്തിൻ്റെ ഗ്രഹമാണോ കൂടുതൽ ബലവാൻ എന്ന് നോക്കണം. ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട തൊഴിൽ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗം, അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയത്തിൻ്റെ ആദ്യഘട്ടം ജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 12 ലഗ്നക്കാർ ഏതാണ് നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങളെ പൂർത്തീകരിക്കുവാൻ കഴിവുള്ള ഗ്രഹങ്ങൾ എന്ന് വ്യക്തമായി പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം മേടലഗ്നത്തിന് വരുമാനമുണ്ടാക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. മേടലഗ്നത്തിൻ്റെ 2ാം അധിപതി ശുക്രനും 6ാം അധിപതി ബുധനും 10ാം അധിപതി ശനിയുമാണ്. നിരന്തര വരുമാനം ഉണ്ടാക്കിത്തരാൻ കഴിവുള്ള ഗ്രഹങ്ങൾ ശുക്രൻ, ബുധൻ, ശനി എന്നീ 3 ഗ്രഹങ്ങളാണ്. ഈ 3 ഗ്രഹത്തിൽ ഏത് ഗ്രഹത്തിനാണോ കൂടുതൽ ബലമെന്ന് മനസ്സിലാക്കി ആ ഗ്രഹത്തിൻ്റെ തൊഴിലോ ഉദ്യോഗമോ ബിസിനസ്സോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ധനവരവ് നല്ലവണ്ണം ഉണ്ടാകും. പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. അടുത്തതായി ഇടവലഗ്നത്തിൻ്റെ തൊഴിൽ ഗ്രഹം ഏതാണെന്ന് പറയാം. ഇടവലഗ്നത്തിൻ്റെ 2ാം അധിപതിയായ ബുധനും 6ാം അധിപതിയായ ശുക്രനും 10ാം അധിപതിയായ ശനിയുമാണ്. 2, 6, 10 എന്നത് ബുധൻ, ശുക്രൻ, ശനി, ഈ 3 ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ബലവാനായ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിൻ്റെ തൊഴിലോ ഉദ്യോഗമോ ബിസിനസ്സോ ഒക്കെ ചെയ്യുമ്പോൾ ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അടുത്തത് മിഥുന ലഗ്നമാണ്. മിഥുന ലഗ്നത്തിന് 2ാം അധിപതി ചന്ദ്രൻ, 6ാം അധിപതി കുജൻ, 10ാം അധിപതി വ്യാഴം. ഈ 2, 6, 10 ഭാവങ്ങൾക്ക് അധിപതിയായി വരുന്ന ഗ്രഹങ്ങൾ ചന്ദ്രൻ, കുജൻ, ഗുരു. മിഥുന ലഗ്നക്കാരുടെ ഒരു നിർഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 ഗ്രഹങ്ങളും ലഗ്നാധിപതിക്ക് മിത്രഗ്രഹങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ ലഗ്നക്കാർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരേ തൊഴിലിൽ തന്നെ നിരന്തരമായി ഇരിക്കാൻ ഇവർക്ക് കഴിയുകയില്ല. ഒരു തൊഴിലിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു തൊഴിലൊക്കെ തുടങ്ങും. ഇവർക്ക് സ്റ്റഡി മൈൻഡ് കുറവായിരിക്കും. അതുകൊണ്ട് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് കർക്കിടക ലഗ്നമാണ്.
കർക്കിടക ലഗ്നത്തിൻ്റെ 2ാം ഭാവാധിപതി സൂര്യൻ, 6ാം അധിപതി വ്യാഴം, 10ാം അധിപതി കുജൻ. ഈ ലഗ്നക്കാർക്ക് 2, 6, 10 ഭാവാധിപതികൾ സൂര്യൻ, വ്യാഴം, കുജൻ. ഈ ഗ്രഹങ്ങളിൽ ബലവാനായ ഗ്രഹത്തിൻ്റെ തൊഴിലെടുത്ത് ചെയ്യാവുന്നതാണ്. 12 ലഗ്നങ്ങളിൽ ഏറ്റവും തൊഴിൽപരമായ മുന്നേറ്റമുള്ള ലഗ്നമാണ് കർക്കിടക ലഗ്നം. ലഗ്നാധിപതിയുടെ മിത്രഗ്രഹങ്ങളാണ് സൂര്യൻ, വ്യാഴം, കുജൻ. ഈ 3 ഗ്രഹങ്ങളും. ഈ 3 ഗ്രഹങ്ങളിൽ ഏറ്റവും ബലവാനായ ഗ്രഹത്തെ മനസ്സിലാക്കി ആ ഗ്രഹത്തിൻ്റെ തൊഴിലോ ഉദ്യോഗമോ ബിസിനസ്സോ ഒക്കെ ചെയ്താൽ 100% വിജയിക്കും. അതായത് ചര ലഗ്നത്തിൽ ഏറ്റവും ഉയർന്ന ലഗ്നമാണ് കർക്കിടക ലഗ്നം. അടുത്തത് ചിങ്ങലഗ്നം. ചിങ്ങലഗ്നത്തിൻ്റെ 2ാം അധിപതി ബുധൻ, 6ാം അധിപതി ശനി, 10ാം അധിപതി ശുക്രൻ. 2, 6, 10 ഭാവാധിപതികൾ ബുധൻ, ശനി, ശുക്രൻ. ഇതിൽ ബലവാനായ ഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കി ആ ഗ്രഹത്തിൻ്റെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഉദ്യോഗം ഏതാണെങ്കിലും അതിൽ വിജയമുണ്ടാകും. അടുത്തത് കന്നി ലഗ്നമാണ്. കന്നി ലഗ്നത്തിൻ്റെ 2ാം അധിപതി ശുക്രൻ, 6ാം അധിപതി ശനി, 10ാം അധിപതി ബുധൻ. 2, 6, 10 ഭാവങ്ങളുടെ അധിപതിയായ ഗ്രഹങ്ങൾ ശുക്രൻ, ശനി, ബുധനാണ്. കന്നി ലഗ്നക്കാർക്ക് ഈ 2, 6, 10 അധിപതികൾ ലഗ്നാധിപൻ്റെ മിത്രഗ്രഹങ്ങളാണ്. ശുക്രൻ ലഗ്നത്തിൽ നീചമാവുന്നതുകൊണ്ട് പണം ഇറക്കി തൊഴിലൊന്നും ചെയ്യാൻ പാടില്ല. മറ്റ് 2 ഗ്രഹങ്ങളിൽ ബലവാനായ ഗ്രഹത്തെ മനസ്സിലാക്കി ആ ഗ്രഹത്തിൻ്റെ തൊഴിലോ ഉദ്യോഗമോ ബിസിനസ്സോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്താൻ കഴിയും. അടുത്തതായി തുലാം ലഗ്നമാണ്. തുലാം ലഗ്നക്കാരുടെ 2ാം ഭാവാധിപതി കുജൻ, 6ാം അധിപതി വ്യാഴം, 10ാം അധിപതി ചന്ദ്രൻ. ഇതിൽ ഏത് ഗ്രഹമാണോ കൂടുതൽ ബലവാനായി നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ തൊഴിലോ ഉദ്യോഗമോ ബിസിനസ്സോ ഒക്കെ ചെയ്യാവുന്നതാണ്. അടുത്തത് വൃശ്ചിക ലഗ്നമാണ്. വൃശ്ചിക ലഗ്നത്തിൻ്റെ 2ാം അധിപതി വ്യാഴം, 6ാം അധിപതി കുജൻ, 10ാം അധിപതി സൂര്യൻ. ഈ 3 ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ബലവാനായ ഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കി വൃശ്ചിക ലഗ്നക്കാർക്ക് ആ ഗ്രഹത്തിൻ്റെ തൊഴിലോ ബിസിനസ്സോ ഉദ്യോഗമോ ഒക്കെ ചെയ്യാവുന്നതാണ്. അടുത്തത് ധനു ലഗ്നമാണ്. ധനു ലഗ്നത്തിന് 2ാം അധിപതി ശനി, 6ാം അധിപതി ശുക്രൻ, 10ാം അധിപതി ബുധൻ. വ്യാഴവും ശുക്രനും ജന്മശത്രുക്കളാണ്. അതേപോലെ 2ാം ഭാവത്തിൽ വ്യാഴം നീചമാവുന്നത് കൊണ്ടും പണമിറക്കിയുള്ള ബിസിനസ്സൊന്നും ചെയ്യാൻ പാടില്ല ഈ ലഗ്നക്കാർക്ക്. തൊഴിലാണ് ഈ ധനുലഗ്നക്കാർക്ക് ഏറ്റവും വിജയമുണ്ടാവുക. അടുത്തത് മകരലഗ്നമാണ്. മകരലഗ്നത്തിൻ്റെ 2ാം അധിപതി ശനി തന്നെയാണ്, 6ാം അധിപതി ബുധൻ, 10ാം അധിപതി ശുക്രൻ. ഈ ലഗ്നക്കാർക്ക് ഈ 3 ഗ്രഹങ്ങളും മിത്രഗ്രഹങ്ങളാണ്. കർക്കിടക ലഗ്നത്തിൻ്റെ അടുത്തതായി വരുന്നതാണ് മകരലഗ്നം. ഇവർ ഈ 3 ഗ്രഹങ്ങളിൽ ഏറ്റവും ബലവാനായ ഗ്രഹത്തെ മനസ്സിലാക്കി തൊഴിലോ ബിസിനസ്സോ ഉദ്യോഗമോ ഒക്കെ ചെയ്താൽ നല്ലവണ്ണം ഉയർച്ചയുണ്ടാകും. അടുത്തത് കുംഭലഗ്നമാണ്. കുംഭലഗ്നത്തിൻ്റെ 2ാം അധിപതി വ്യാഴം, 6ാം അധിപതി ചന്ദ്രൻ, 10ാം അധിപതി കുജൻ. ഈ ലഗ്നക്കാർക്ക് 2, 6, 10 ഭാവാധിപതികളായി വരുന്ന ഗ്രഹങ്ങൾ വ്യാഴം, ചന്ദ്രൻ, കുജൻ. ഈ ലഗ്നക്കാർ പണമിറക്കിയുള്ള ബിസിനസ് ചെയ്യാൻ പാടില്ല. ധനാധിപനായ വ്യാഴം 12ാം ഭാവത്തിൽ നീചമാവുന്നത് കൊണ്ടും 6ാം അധിപതിയായ ചന്ദ്രൻ ഒരു നിലയില്ലാത്ത ഗ്രഹമായതുകൊണ്ടും ഈ ലഗ്നക്കാർ പണമിറക്കിയുള്ള തൊഴിലോ ബിസിനസ്സോ ചെയ്താൽ നഷ്ടമുണ്ടാകും. ഇവർക്ക് ഉദ്യോഗമാണ് വിജയമുണ്ടാവുക. അടുത്തത് മീനലഗ്നമാണ്. മീനലഗ്നത്തിന് 2ാം അധിപതിയായ കുജനും 6ാം അധിപതി സൂര്യനും 10ാം അധിപതി വ്യാഴവുമാണ്. ഈ ലഗ്നക്കാർക്ക് ഗവൺമെൻറ് ഉദ്യോഗം, ബാങ്ക് ജോലി, കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെയുള്ളവയിലൊക്കെ നല്ല വിജയം ഉണ്ടാകും. ഇതിൽ ബലവാനായ ഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കി ആ ഗ്രഹത്തിൻ്റെ ഉദ്യോഗം, തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർന്ന വിജയം ഉണ്ടാകും. മീനലഗ്നക്കാർക്ക് വിദേശയോഗം കൂടുതലായിട്ടുള്ള ഒരു ലഗ്നമാണ്. കുജനും വ്യാഴവും നല്ല ബന്ധം വന്നിട്ടുള്ള ജാതകർ ഉയർന്ന നിലയിലെത്തും. ചുരുക്കി പറഞ്ഞാൽ ഒരു ജാതകൻ്റെ തൊഴിൽ തീരുമാനിക്കുന്ന ഗ്രഹങ്ങൾ 2, 6, 10 ഭാവാധിപതികളായ ഗ്രഹങ്ങളാണ്. അതിൽ ബലവാന്മാരായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ തൊഴിൽ ഗ്രഹം ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.